എല്ലാവരും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ സുഖമായിരിക്കുന്നു. അപ്പോൾ സത്യം പറയല്ലോ, ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് എന്താണെന്ന് പോലും എനിക്കറിയില്ല കേട്ടോ. എന്നോട് ഇന്നത്തെ ദിവസം വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച ഇപ്പോൾ ഈവനിങ് 5 മണി കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പുറത്ത് പോയി വന്നതിന് ശേഷം ഞാൻ പറഞ്ഞു നമുക്ക് ഇന്നൊരു വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ പറയാം എന്താണ്, അപ്പോൾ നമ്മൾ ഈ ഇരിക്കി നമുക്ക് കുറച്ച് വർത്താനം പറയാം, അത് വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്യാം, പിന്നെ നമുക്ക് എഡിറ്റ് ചെയ്ത് ഇടാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വേറെ കാര്യം, സംസാരിക്കുന്നവരുടെ കയ്യിലല്ല. അപ്പൊ താങ്കൾക്ക് പറയാനുള്ളത് ചേട്ടന് പറയാനുള്ളത് ഞാൻ ഇവിടെ കേൾക്കും. നിങ്ങളെ പോലെ തന്നെ എന്തെങ്കിലും കമന്റ് പറയാനുണ്ടെങ്കിൽ ഞാൻ പറയും. അപ്പൊ എല്ലാം ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്ന വീടാണ്. അയ്യോടാ, ഞാൻ വെറുതെ ഇപ്പൊ വേറൊരു കാര്യം അറിയോ, വേറൊരു കാര്യം അറിയോ, ഇപ്പൊ എന്നോട് പറയാറുള്ളത് ചേച്ചി ജാൻ ചേട്ടനെ കൊണ്ടൊരു പുതിയ ചാനൽ തുടങ്ങി ഞാൻ പറയുന്നുണ്ട്, ഇൻസ്പിറേഷൻ ടോക്സ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. അപ്പൊ ഞാൻ ജാൻ ചേട്ടനോട് പറഞ്ഞു കേട്ടോ, ഇനിയിപ്പോ ഞാൻ കാരണം ജാൻ ചേട്ടൻ ഒരു പുതിയ ചാനൽ. അതെ, അപ്പൊ ജാൻ ചേട്ടൻ പറഞ്ഞു വേണ്ട, ഫീനാസ് കറിവേൾഡിൽ എന്നെ ഭാഗമാവാനാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാനും പിന്നെ ഒന്നും പറയാൻ. അസ്തിത്വം വേണ്ട. അതെ, ഭാര്യയും ഇവിടെ ഞങ്ങൾ രണ്ടുപേരും ഒന്നല്ലേ ഞങ്ങള്. അപ്പൊ അദ്ദേഹത്തിന് പറയാനുള്ളത് എന്തോ അതാണ് എനിക്കും പറയാനുള്ളത്. എനിക്ക് പറയാനുള്ളത് എന്താണോ അതെന്താണെന്നറിയോ, കഴിഞ്ഞ വീഡിയോയില് ഞങ്ങള് വഴക്കിടുമ്പോഴായിരുന്നു പണ്ട് താങ്കൾ എന്നുള്ള വേർഡ് ഞാൻ വിളിച്ചത്. അതെന്താന്ന് വെച്ചാല് അപ്പൊ ഞാൻ ഇങ്ങനെ ഭയങ്കര അകൽച്ച പോലെ ഫീൽ ചെയ്യിപ്പിക്കും കേട്ടോ. അപ്പൊ ഞാൻ താങ്കളോട് എന്താ താങ്കൾ എന്നുള്ള വാക്ക് ഉപയോഗിക്കും. അത് കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയില് ഞാൻ നീന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറെ പേര് പറഞ്ഞു എന്താ ഭർത്താവിനെ നീന്ന് വിളിക്കുന്നു, അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹം എന്ന് പറഞ്ഞത്. ഇപ്പൊ ആ ഒരു ബഹുമാനം കുറവ് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ എന്താണ് പറയാനുള്ളത് ആഗ്രഹിക്കുന്നത് പറഞ്ഞോളൂ. പറയാനുള്ളത് നമ്മുടെ മുഖത്തോട് നോക്കിയിരിക്കണം, അത് ഞാൻ ക്യാമറ നോക്കിയാണ്. അവർക്ക് നമ്മുടെ മുഖം കാണാൻ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട് ബോറടിച്ചിരിക്കണ ഇടയ്ക്കൊക്കെ വേറെ പുതിയ ഫ്രഷ് ഫേസ് കാണണം. അപ്പൊ പറഞ്ഞു വന്നത് എന്താ, നമ്മുടെ കുട്ടികളുടെ കാര്യം പറഞ്ഞു വന്ന വീഡിയോയില് നമ്മുടെ കുട്ടികളിൽ ഞങ്ങൾ നല്ല പാരന്റ്സ് ആണെന്നുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് എന്താ പറയാ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ പറഞ്ഞത് കുറെ പേർക്ക് ആ രീതിയിൽ എടുത്തിട്ടുണ്ടെന്ന് മനസ്സിലായി. പക്ഷെ കുറച്ച് പേർക്ക് അതിപ്പോ എല്ലാ കാര്യത്തിലും പൂർണ്ണമായി സ്വീകരിക്കുന്നു ഞങ്ങള്. കാരണം എല്ലാവരോടും ഇപ്പൊ നമുക്ക് എന്താ പറയാ ഞങ്ങള് പറയണ ശരിയെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അവരുടേതായ ശരികളുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ അതിന് വിലമതിക്കുന്നു. അപ്പോൾ അതിന്റെ ഒരു തുടർച്ച എന്നുള്ള രീതിയിലാണ് ഇപ്പോ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ജാൻ ചേട്ടന് പറയണ നമുക്ക് കേൾക്കാം. അല്ല, ശരികളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മള് പല കാര്യങ്ങളും തിരിഞ്ഞു നോക്കി ചിന്തിക്കുമ്പോൾ അന്ന് അത് ചെയ്തതുകൊണ്ട് ഇത് ശരിയായി വന്നു എന്ന് ഇപ്പൊ പറയാൻ എളുപ്പമാണ്. പക്ഷെ ആ ചെയ്യുന്ന സമയത്ത്, തെരഞ്ഞെടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ തീരുമാനം എടുക്കുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും അറിയില്ല ഇത് ശരിയാവോ ഇല്ലയോ. നമ്മൾ നമ്മുടെ ഉള്ളിൽ ഏറ്റവും ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുന്നു. അത് എങ്ങനെയൊക്കെയോ കറങ്ങി തിരിഞ്ഞ് ചിലതൊക്കെ നന്നായി വരും, ചിലതൊക്കെ മോശമായി വരും. പക്ഷെ ആ സമയത്ത് ശരി എന്താണെന്ന് ആലോചിച്ച് ആ തീരുമാനം എടുക്കാനുള്ള കഴിവ് നമ്മൾ വളർത്തിയെടുക്കണം. അപ്പൊ സ്റ്റീവ് ജോബ്സ് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ക്ലാസ്സുകളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന കാലിഗ്രഫി ക്ലാസ്സിൽ മാത്രം കയറിയിരിക്കാൻ തോന്നിയ ഒരു കോളേജ് കാലഘട്ടത്തെ പറ്റി. അത് അന്ന് ക്ലാസ്സുകളിൽ ബോറടിപ്പിക്കുന്ന ക്ലാസ്സുകളിൽ ഇരിക്കാതിരിക്കാനും കാലിഗ്രഫി ക്ലാസ്സിൽ ഇൻവോൾവ് ആവാനും വർഷങ്ങൾക്ക് ശേഷം ആപ്പിൾ കമ്പ്യൂട്ടറിന്റെ ആദ്യത്തെ ടൈപ്പ് ഫേസസ് ഡിസൈൻ ചെയ്യുമ്പോൾ ആ കാലിഗ്രഫി മുഴുവൻ ഒഴുകിയെത്തുന്നത് ഇന്ന് now looking back I can connect the dots. പക്ഷെ that time I couldn't. So എല്ലാവർക്കും ആ സമയത്ത് ശരിയെന്ന് തോന്നുന്നത് ചെയ്യാൻ നിങ്ങൾ എന്ത് തന്നെ വിളിച്ചാലും, call it listening to your heart or karma or destiny or whatever, എന്തും ആയിക്കൊള്ളട്ടെ, അത് ചെയ്യാനുള്ളൊരു ആർജവം, ഒരു ധൈര്യം നമ്മൾ കാണിക്കുക. ആ സമയത്ത് ജീവിച്ചു തീർന്നതിന് ശേഷം മറ്റുള്ളവരുടെ ശരികൾക്കനുസരിച്ച് ജീവിച്ചു, എന്റെ ജീവിതം എവിടെ എത്തിയില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നതിൽ കാര്യമില്ല. എന്റെ തെറ്റുകളും എന്റെ ശരികളും ഏത് കാലഘട്ടത്തിലായാലും അതിനുവേണ്ടി പൊരുതാനും അതിനുവേണ്ടി നിലനിൽക്കാനും സാധിക്കണം. ഇപ്പൊ നമ്മുടെ ദിൽവാലെ ദുൽഹനിയയിലെ ആദിത്യ ചോപ്ര അല്ലെ, അദ്ദേഹം പറഞ്ഞിരുന്ന അതാണ്, ഈ മുതിർന്ന ആൾക്കാര് പറയുന്നത് പലതും കേട്ട് എനിക്ക് ഫിലിം വേറെ രീതിയിൽ ചെയ്യായിരുന്നു. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് അന്ന് അതുപോലെ ചെയ്യാനായിരുന്നു എനിക്ക് താല്പര്യം. സോ ദാറ്റ് ഐ നോ ഐ ഡിഡ് ദ റൈറ്റ് തിങ് ഓർ റോങ് തിങ്. ഞാൻ ലേൺ ചെയ്യാണ്. മറ്റുള്ളവർ പറഞ്ഞു കേട്ട് ചെയ്തിരുന്നെങ്കിൽ അത് ആ നിലയിൽ എത്തുമായിരുന്നില്ല. ആൻഡ് അതൊരു എന്താ പറയുക, ഇന്നും ലെജൻഡറി ആയി ആൾക്കാർ ഓർമ്മിക്കുന്ന ഒരു സിനിമയായി നിൽക്കുന്നു. അത്രയും ഫ്രഷ് ഫേസസും ഫ്രഷ് ഡയറക്ടറും 21 വയസ്സുകാരനാണ് അത് ചെയ്തത്. അപ്പൊ അതുപോലെയാണ്
ഈ കുട്ടികളുടെ കാര്യം പറയുമ്പോഴും നമ്മുടെ മക്കളൊന്നും ആയി തീർന്നിട്ടല്ല നമ്മൾ പറയുന്നത്. പക്ഷെ ഇന്ന് ഞങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് ഞങ്ങൾ ചെയ്യുന്നു, നാളെ ശരിയെന്ന് തോന്നാത്തത് ചിലപ്പോൾ ചെയ്യില്ല. അല്ല, എല്ലാം ഇപ്പൊ നമ്മളിപ്പോ തെറ്റുകളിൽ നിന്നല്ലേ ഇപ്പൊ എല്ലാം ഈ ഞാൻ പറഞ്ഞ പോലെ എല്ലാം എനിക്ക് ശരിയാവും എന്നുള്ള വിചാരിച്ച് ചിലപ്പോൾ ശരിയായിക്കൊള്ളുന്നില്ല. പല തെറ്റുകളും വന്നിട്ടാണ് നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എന്റെ കേസിലാണെങ്കിലും ജാന്റെ കേസിലാണെങ്കിലും പല തീരുമാനങ്ങളും തെറ്റുകളായി സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നെല്ലാം തെറ്റുകളാണെന്ന് മനസ്സിലാക്കി അത് തിരുത്താനുള്ള ഒരു സമയമുണ്ടല്ലോ, നമ്മൾ അത് സ്വയം തന്നെ തിരുത്തണം. അത് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് പലതരത്തിൽ ചിന്തിക്കുന്ന മനുഷ്യന്മാരെ കൊണ്ട് നിറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഇപ്പൊ ഒരു കാര്യത്തിന് ഇപ്പൊ കല്യാണാലോചന വരുമ്പോ തന്നെ ഓരോരുത്തർക്കും ഓരോ ഒപ്പീനിയൻ ആയിരിക്കും. ഇപ്പൊ നമ്മുടെ കുടുംബത്തിലത്തെ ഒരു കാര്യം അതെ. അപ്പൊ ഞങ്ങളുടെ കേസിലാണെങ്കിലും ഒരുപാട് ഒപ്പീനിയൻസ് വന്നിട്ടുണ്ടായിരുന്നു. അത് ഒരാൾ പറയും നല്ലതല്ല എന്ന് പറയും, മറ്റുള്ള നല്ലതാന്ന് പറയും, അങ്ങനെ ഒരുപാട്. അതൊക്കെ പിന്നെ നമുക്ക് പറയാം. അപ്പോ അതെന്ന് പറഞ്ഞാൽ എല്ലാവരും അവര് ശരി അവരുടെ ചിന്താഗതിയാണ് അവര് പറയുന്നത്. പക്ഷെ അതെല്ലാവരെയും അവരെ മുഴുവനും നമ്മൾ സന്തോഷിപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്കൊരു ജീവിതം ഇല്ലാണ്ടായിട്ട് മാറും. അപ്പോ നമുക്ക് നമ്മുടെ മനസ്സിന് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഒരു പരിധി വരെ ചെയ്യാന്നാണ് ഞങ്ങൾ രണ്ടുപേരുടെയും. വളരെ എന്താ പറയുക, ഡീപ്പായി പറയാവുന്ന 3 തീരുമാനങ്ങളുണ്ട് ജീവിതത്തിൽ. ഒന്ന്, എന്ത് പഠിക്കണം എന്ത് പഠിക്കണ്ട എന്ന തീരുമാനം. 2, എന്ത് ജോലി ചെയ്യണം എന്ന തീരുമാനം. 3, ആരുടെ കൂടെ ജീവിക്കണം എന്നുള്ള തീരുമാനം. ഈ 3 തീരുമാനങ്ങള് ശരിയായ ജീവിതം ഒട്ടുമുക്കാലും ശരിയായി. ആ 3 തീരുമാനങ്ങൾ അത്രയും നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നിലനിൽക്കുന്നതാണ്, ഉടനീളം ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ളതാണ്. അത് മറ്റുള്ളവർക്ക് വിട്ട് കൊടുക്കരുത്. അത് നമ്മുടെ തീരുമാനങ്ങളായിരിക്കും. അത് ഞങ്ങളുടെ ഒരു വിശ്വാസമാണ്. അത് ഇപ്പോ നമ്മുടെ കുട്ടികളുടെ ആണെങ്കിൽ അവർക്കും സ്വാതന്ത്ര്യം ആ 3 കാര്യങ്ങൾ തീരുമാനിക്കാൻ കെൽപ്പില്ലാത്ത കുട്ടികൾക്കാണെങ്കിൽ ഇപ്പോ പലപ്പോഴും ഇപ്പൊ എന്റെയൊക്കെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ വളരെ ലേറ്റ് ആയിട്ടാണ്, 30ഓ 32ഓ വയസ്സിന് ശേഷമാണ് ഈ ലോകവും നമ്മളും തമ്മിൽ പൊരുത്തപ്പെടുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ ലോകം മാറ്റിയെടുക്കുന്നത് നമ്മൾ. അപ്പൊ അതുവരെ നമ്മൾ പലതും ട്രയൽ ആൻഡ് എറർ ചെയ്യാണ്. ആ ഒരു ലെവലിലോട്ട് എത്തിയതിനു ശേഷം ഓക്കെ, ദിസ് ഇസ് വാട്ട് ഐ വാണ്ടഡ്, അല്ലെങ്കിൽ വാട്ട് ഐ വാണ്ട് ആൻഡ് വാട്ട് ഐ ഡു ഈസ് എക്സാക്ട്ലി ദ സെയിം. അങ്ങനത്തെ ഒരു ജോലിയിൽ ചെന്ന് വിടാൻ പറ്റുക, അങ്ങനത്തെ ഒരു എൻവയോൺമെന്റിൽ ചെന്ന് വിടാൻ പറ്റുക, അതൊക്കെ ആ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കാലാകാലങ്ങളായി പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പ്രയത്നത്തിന് ഫലം കാണുന്നതും അങ്ങനെ ഒന്ന് സാധിക്കുന്നതും പിന്നെയും അതിൽ നിന്ന് ബോറടിക്കുമ്പോൾ നമ്മൾ അതിൽ നിന്ന് മുന്നോട്ട് പോകും, അവിടെ തന്നെ നിൽക്കുന്നില്ല. ഇപ്പോ ചിലര് ഉണ്ട് ഇന്ന ലക്ഷ്യത്തിലെത്താൻ വേണ്ടി പരിശ്രമിക്കുന്നവര്. ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ലക്ഷ്യം എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നില്ല. ജീവിതത്തിലുള്ള ഓരോ ദിവസങ്ങളിലും എന്താണോ ഗ്യാപ്പ് ഉള്ളത് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ. ഇപ്പൊ ചിലപ്പോൾ ബാക്കി എല്ലാം ഉണ്ടാവും, വെരി ഹാപ്പി ലൈഫ്, എന്നാലൊരു ചലഞ്ച് ഇല്ല. അപ്പൊ ദെൻ ഓക്കെ, വി നീഡ് ടു ഡു സംതിങ് എൽസ് എന്നുള്ളത് ചിന്തിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ചിന്താഗതിയിൽ നിന്ന് വേറിട്ടൊരു ചിന്താഗതി നമുക്ക് ആവശ്യമുണ്ട്. ആ ചിന്താഗതികൾ അന്വേഷിച്ചു പോകുന്നു, പെർസ്പെക്റ്റീവ്സ് അന്വേഷിച്ചു പോകുന്നു. ആ അന്വേഷിച്ചു പോക്ക് ചെന്നെത്തുന്ന ലോകം വിസ്തൃതമായ പുതിയൊരു വഴിത്താര തുറന്നു വരുന്നുവെങ്കിൽ അതിലൂടെ സഞ്ചരിച്ചു നോക്കുന്നു. ഇതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടേ എക്സ്പെരിമെന്റ്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ അതിലൂടെ മുന്നോട്ട് പോകാൻ ഒരു താല്പര്യം ഓരോ ദിവസത്തിലും ഓരോ മാസത്തിലും വർഷത്തിലും ഒക്കെ കണ്ടിന്യൂസ് ആയി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലക്ഷ്യങ്ങൾ സംഭവിക്കുകയാണ്. ലക്ഷ്യങ്ങൾ അന്വേഷിച്ച് നടക്കുകയല്ല. ഇപ്പോ ഉദാഹരണത്തിന് വീണ യൂട്യൂബ് തുടങ്ങാൻ വേണ്ടിയല്ല പാചകം തുടങ്ങിയത്. പാചകം ഒരു ബ്ലോഗ് എഴുതി വെക്കാൻ, അത് ക്രോഡീകരിച്ച് ഭാവിയിലും നമുക്കും അതുപോലെ തന്നെ കുറച്ച് പേർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ജാന്റെ ഞാൻ പറഞ്ഞിട്ടില്ലേ മറ്റേ വീഡിയോയില് പറഞ്ഞപ്പോൾ തന്നെ ജാന്റെ ഒരു ഐഡിയ ആയിരുന്നു. കാരണം നിനക്ക് ബോറടിക്കുന്നുണ്ട്, മോന് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ബോറടിക്കാൻ തുടങ്ങി, ജാൻ ലേറ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ അത് ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു വലിയ തലകൂട്ടം ഒഴിവാക്കാനുള്ള ഒരു മാർഗമായിരുന്നു അത്, ബ്ലോഗിങ്. അപ്പൊ അത് ഒരുപാട് പേർക്ക് പിന്നെ അത് ഉപകാരപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അപ്പൊ ശരി, നമുക്ക് ഈവൻ എനിക്ക് സന്തോഷമാണ്, പിന്നെ മറ്റുള്ളവരുടെ കുടുംബത്തിൽ ഒരാൾക്കെങ്കിലും ഒരാൾക്കൊരു സന്തോഷം കൊടുക്കാൻ പറ്റിയെന്ന് പറഞ്ഞപ്പോൾ സന്തോഷം തോന്നി. പക്ഷെ അപ്പോഴും യൂട്യൂബ് എന്നുള്ളത് ഒരിക്കൽ പോലും എന്റെ മനസ്സിൽ വന്നിരുന്നില്ല. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതിനായിരുന്നു എന്റെ ഒരു, ഈവൻ ഞങ്ങൾ രണ്ടുപേരും ചിന്തിച്ചിരുന്ന അങ്ങനെയായിരുന്നു. പിന്നെ ആ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ അതൊക്കെ ഒരു നിയോഗം പോലെ വന്നെത്തിപ്പെട്ടതാണ് നമുക്ക്. ഈവൻ ഇപ്പൊ യൂട്യൂബ് തുടങ്ങി എത്ര മാസങ്ങൾ വരെ ഞാൻ പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല ഒരിക്കൽ പോലും ചെയ്തിട്ടുണ്ടായിരുന്നേ. എൻ്റെ ഒരു സമയം പോക്കും ആ പറഞ്ഞ പോലെ തന്നെ ഒരു പാഷനും പോലെ മാത്രമാണ് ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെയാണ് ഈ പറഞ്ഞ പോലെ ഒരുപാട് പേര് പറഞ്ഞു വീണ എത്ര സമയം അതിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്, ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, പൈസ കിട്ടാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ മാത്രമാണ്. അപ്പൊ ഇത്രയും ലേറ്റ് ആയിട്ട് ഞങ്ങൾ അപ്ലൈ ചെയ്തത് പോലും.
അപ്പോൾ അത് പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഒരു ഞാൻ പറഞ്ഞ പോലെ ഒരു നിയോഗമാണ്. നമ്മൾ ഇതിലേക്ക് യൂട്യൂബർ ആവാൻ വേണ്ടിയിട്ടൊന്നും ഒരിക്കലും എനിക്കൊരു ലക്ഷ്യം പോലും ഉണ്ടായിരുന്നില്ല. അതൊക്കെ അങ്ങനെ ഒഴുക്ക് ഇങ്ങനെ എന്താ പറയുന്നത് ശരിക്കും ഒരു അത് ജീവിതത്തിന്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ എന്ത് ചെയ്യണം എന്ന് ചിന്തിക്കുമ്പോൾ അത് ചെയ്യുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഏകദേശം 1 മണിക്കൂറോളം വൺ വേ ഡ്രൈവ് ചെയ്ത് പോയിരുന്ന ഒരു കാലഘട്ടമുണ്ട് ദുബായിൽ. ആദ്യം വന്ന 2006 അത്രയും ട്രാഫിക് ഉള്ള സമയമായിരുന്നു ദുബായിൽ. അപ്പോൾ ആ പോകുമ്പോൾ വഴിയിൽ എന്നും കേട്ടിരുന്ന റേഡിയോ നൈറ്റ് ഔട്ട് റേഡിയോ ഒക്കെ ബ്രേക്ക്ഫാസ്റ്റ് ക്ലബിന്റെ പ്രോഗ്രാംസ് ആയിരുന്നു. അതിനിടയിൽ ഒരുപാട് പരസ്യങ്ങൾ കണ്ട് അങ്ങനെ ഒരു അസ്വാരസ്യത്തിന്റെ പുറത്ത് എന്തെങ്കിലും കാമ്പുള്ള എന്തെങ്കിലും കേൾക്കണം, ആ സമയം എനിക്ക് യൂട്ടിലൈസ് ചെയ്തുകൂടെ എന്നുള്ളതിലാണ് ഓഡിയോ ബുക്സ് അന്വേഷിച്ച് പോകുന്നത്. അന്ന് എക്കോണമിസ്റ്റ് ഒക്കെ ഓഡിയോ എഡിഷൻസ് ഇറക്കി തുടങ്ങിയിട്ടുള്ളൂ. മര്യാദയ്ക്കുള്ള മൊബൈൽ ഫോൺസ്, ഐഫോണൊന്നും ഇറങ്ങിയിട്ടില്ല ആ സമയത്ത്. ഇറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞാൽ പോപ്പുലർ ആയിട്ടില്ല. 2007 ഐഫോൺ ലോഞ്ച് ചെയ്തത്. അപ്പോൾ അന്ന് അത് കഷ്ടപ്പെട്ട് നോക്കിയ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്ത് ഇത് കാറിലിരുന്ന് കേൾക്കലാണ് പണി. അത് ഓഡിയോ ബുക്സ് ആയി. പിന്നെ അത് എന്താ പറയുക, വർഷത്തില് 20-30 നോൺ ഫിക്ഷൻ ബുക്സ് വളരെ നിസ്സാരമായിട്ട് ഈ 1 മണിക്കൂർ ഡ്രൈവ് അങ്ങോട്ട് 1 മണിക്കൂർ ഡ്രൈവ് ഇങ്ങോട്ട് എന്നുള്ള നിലയ്ക്ക് ഉള്ള സമയത്ത് കേൾക്കാൻ സാധിച്ചു തുടങ്ങി. ആ ബുക്സ് പല പുതിയ മേഖലകളിലേക്ക് നമ്മളെ കൊണ്ട് എത്തിച്ചു. അപ്പോൾ ആ ജീവിതത്തിൽ ആ 1 മണിക്കൂർ ഡ്രൈവിന്റെ ബോറടി അല്ലെങ്കിൽ അതിന്റെ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഒരു ത്വരയാണ് നമ്മുടെ ജീവിതത്തിലെ പലതിന്റെയും എന്താ പറയാ തുടക്കമാവുന്നത്. അതുപോലെ ഞങ്ങള് തല്ലൂട്ടം സോൾവ് ചെയ്യാനുള്ള ഒരു ഇതാണ് ബ്ലോഗ് തുടങ്ങുന്നത്. അപ്പോൾ നമ്മുടെ ലൈഫിൽ എന്തുണ്ടോ അപ്പൊ അത് വേറൊരു ഇതെന്ന് പറഞ്ഞാല് ഒരു ഹാബിറ്റ് ആയിട്ട് ഈ സാധനം ഒരു ലക്ഷ്യത്തിലെത്താനുള്ള ഇതിലേറെ നമ്മുടെ ഒരു ശീലമായിട്ട് ഈ എന്ത് കാര്യം മാറുമ്പോൾ, ഇപ്പൊ ബ്ലോഗ് ചെയ്യുന്നതോ പുസ്തകം വായിക്കുന്നതോ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുന്നതോ എന്തും ആയിക്കൊള്ളട്ടെ, അത് മാറുമ്പോൾ അത് നമുക്ക് തരുന്ന ഒരു എന്താ പറയാ ഒരു ലീപ്പുണ്ട്. അത് അറിയാതെ ആ കാര്യങ്ങൾ നടന്നു പോകും. ഒരുപാട് ഈ നിത്യാഭ്യാസ ആനയെടുക്കെന്ന് പറഞ്ഞ പോലെ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ ഒത്തിരി ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാവും നമ്മൾ പോലും അറിയാതെ. ഒരു വർഷം 50-52 നോൺ ഫിക്ഷൻ ബുക്സ് വായിച്ച എന്ത് വ്യത്യാസം വരുന്നത് എനിക്ക് ചോദിക്കാൻ പറ്റും. പക്ഷെ ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ, ആമസോണോ അല്ലെങ്കിൽ ഓഡിബിൾ പോലെ അത്രയേറെ ഡിജിറ്റൽ എന്താ പറയാ അനാലിസിസ് നടത്തിയിട്ടാണ് ഒരു പുസ്തകം വായിക്കുമ്പോൾ അടുത്ത പുസ്തകം യു മേ ലൈക്ക് ദിസ് ബുക്ക് എന്ന് പറഞ്ഞാൽ അവര് വീഡിയോ സജഷൻ പോലെ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് ഏറ്റവും ക്രീം ഓഫ് ദ ക്രീം എന്ന് പറയുന്ന പുതിയ ഓതേഴ്സിന്റെയും പുതിയ ഐഡിയാസിന്റെയും ലോകത്തിലേക്ക് ഇത് നമ്മൾ കൊണ്ടുപോവുകയാണ്. അത് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തില്ല എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ചേട്ടന് ഒരു ബുക്ക് വായിക്കുമ്പോഴും ഒരു സ്വഭാവമാണ് വീട്ടില്. അതെനിക്കറിയാം. ഒരു ബുക്ക് കഴിഞ്ഞിട്ട് അടുത്ത ബുക്ക് എടുക്കുമ്പോ എനിക്ക് മനസ്സിലാവും ഒരു ബുക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാവും. കാരണം അടുത്ത ബുക്ക് വായിക്കുമ്പോ അത് ഓരോ ഞാനിപ്പോ തമാശക്ക് ഇത്രയും വർഷം കല്യാണം കഴിച്ചിട്ട് ഓരോ ബുക്ക് ഓരോ പുതിയ ആൾക്കാരുടെ കൂടെ കാരണം ഓരോ രൂപങ്ങളാണ്. സിനിമ നടന്മാര് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഓരോ കഥാപാത്രമായിട്ട് ഞാൻ മാറുകയാണ്, ഓരോ സിനിമ എടുക്കുക. അതേപോലെ തന്നെ എന്റെ ഭർത്താവ് ഓരോ കഥാപാത്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചില ബുക്കുകൾ നമുക്ക് ദേഷ്യം വരും. കാരണം പുള്ളി അതിലോട്ട് അങ്ങോട്ട് ഇൻവോൾവ് ആയി പോയി കണ്ട് അധികം സംസാരിക്കില്ല, ഒരു ദേഷ്യം പോലെ. അപ്പൊ ഞാൻ പറയാം ആ ബുക്ക് കഴിഞ്ഞാൽ മതിയായിരുന്നു ഞാൻ പ്രാർത്ഥിക്കാം. അപ്പൊ പിന്നെ വേറെ ബുക്ക് എടുക്കുമ്പോൾ കുറച്ച് നല്ല ജോവിയിലായിരിക്കും, നല്ല തമാശയൊക്കെ പറയാം. അപ്പൊ ഈ ബുക്ക് കൊള്ളാം, കുഴപ്പമില്ലെന്ന് എന്റെ മനസ്സിൽ വെക്കും. അപ്പൊ അത് ഭയങ്കരമായിട്ട് ജാൻചേട്ടനെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. അപ്പൊ അതുകൊണ്ട് പിന്നെ ഞാൻ പറയും നല്ല എന്തെങ്കിലും കാമ്പുള്ള ബുക്കുകളൊക്കെ വായിക്കുമ്പോൾ എന്നോട് എന്തെങ്കിലും എനിക്ക് പറഞ്ഞു തന്നാൽ മതി. എനിക്ക് ആ ബുക്ക് വായിക്കാനുള്ള ക്ഷമയും അതിനുള്ള ഇതൊന്നും എനിക്കില്ല. മാത്രമല്ല ഈ കുക്കിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയില്ലേ എന്തൊരു എളുപ്പമാണ് കോപ്പി എന്നൊക്കെ പറഞ്ഞ് പലരും പറയാറുണ്ട്. പക്ഷെ നമ്മൾ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല എത്ര പ്രാവശ്യം നമ്മളത് എന്തോ ഉണ്ടാക്കി എനിക്ക് കറക്റ്റ് ഒരു അളവ് വന്ന് എനിക്ക് സ്വയം തൃപ്തിയായി ജാൻചേട്ടനും കൊടുത്തു. ജാൻചേട്ടൻ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഒരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പൊ അതിന്റെ പുറകിൽ നമുക്ക് ഒരുപാട് അധ്വാനമുണ്ട്. അപ്പോൾ ഒരു ചിക്കൻ ടിക്ക മസാല വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ 50 പ്രാവശ്യം എനിക്ക് ചെയ്യേണ്ടി വരും, കാരണം എനിക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട്. അപ്പൊ യൂട്യൂബിൽ എന്ന് പറയുമ്പോൾ മഹാസാഗരം പോലെയാ ഒരുപാട് വീഡിയോസ് ഉണ്ട് ചിക്കൻ ടിക്ക മസാല. പക്ഷെ എനിക്ക് കഴിച്ചിപ്പോൾ ഞാനൊരു ഒരു റെസ്റ്റോറൻറ്റിൽ പോയി കഴിച്ച ഒരു ഇഷ്ടപ്പെട്ടൊരു സ്വാദുണ്ടല്ലോ, അത് വരണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് എക്സ്പെരിമെന്റ്സ് ചെയ്യണം, അത് എന്റേതായ മാറ്റങ്ങൾ വരുത്തണം. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അപ്പൊ അതൊരു ഹാബിറ്റാണ് നമുക്ക്. ഇപ്പൊ ചേട്ടൻ ബുക്ക് വായിക്കുന്ന പോലെ തന്നെ എന്റെ ഒരു ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ ഈ പരീക്ഷണമാണ്. അപ്പൊ അതും ചിലപ്പോൾ ഞാൻ ഇൻവോൾവ് ആയി പോകും. ചിലപ്പോൾ എനിക്ക് ദേഷ്യം വരും, ഇവര് അതിൽ എന്തെങ്കിലും പറയും, ഞാൻ മിണ്ടാണ്ടിരിക്കാൻ പറയും. കാരണം എനിക്ക് കോൺസെൻട്രേഷൻ വേണം അതിൽ. കാരണം എന്തെങ്കിലും ഒരു ചെറിയ കാര്യം തെറ്റി കഴിഞ്ഞാൽ പോയി. പിന്നെ നിങ്ങൾക്കാണെങ്കിൽ
കറക്റ്റ് കണക്കും വേണം അല്ലെ. ഇപ്പൊ 1/2 ടീസ്പൂൺ എന്ന് പറയുമ്പോൾ കറക്റ്റ് 1/2 ടീസ്പൂൺ തന്നെ വേണം. അപ്പൊ അതൊക്കെ ഞങ്ങൾ രണ്ടുപേരും അപ്പൊ അതിൽ ജീവിതത്തിൽ ബിസിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. ആ പിള്ളേരാണെങ്കിലും അവരും അവരുടേതായ കാര്യത്തിൽ ബിസിയാണ്. ഇപ്പൊ മോനാണെങ്കിൽ 9ാം ക്ലാസ് കഴിഞ്ഞു, അപ്പൊ അവന്റെ പഠിക്കാൻ ഇഷ്ടം പോലെ ഉണ്ട്. നന്ദു ആണെങ്കിലും അവനെ കൊണ്ട് പിന്നെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ എല്ലാവരും ജീവിതത്തിൽ ബിസി ആയിരിക്കുന്ന ഒരു അവസ്ഥയില് പിന്നെ വഴക്കിനും വേറെ ഒന്നിനും സമയമില്ല. വഴക്കില്ലാന്നൊന്നുമില്ല, എന്നാലും വലിയ കുറവാണല്ലേ, വളരെ വളരെ കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ പിന്നെ ചിന്തിക്കുന്ന പറഞ്ഞാൽ ഇതെല്ലാം പണ്ട് ആളുകള് ഒരു കുടുംബമാണെങ്കിൽ ആ കുടുംബത്തിന് പാടങ്ങൾ ഉണ്ടാവും, അവിടെ കൃഷി ചെയ്തിട്ടായിരിക്കും അവരുടെ വരുമാനം വരുന്നത്. ഇന്ന് ഈ അറിവുകളാണ് നമ്മുടെ പാഠങ്ങളല്ല പാഠങ്ങൾ. ആ അറിവുകളും അത് അപ്ലൈ ചെയ്ത് കിട്ടുന്ന എക്സ്പീരിയൻസസുമാണ് നമ്മുടെ കൃഷിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വരുമാനം അല്ലെങ്കിൽ ഫലങ്ങൾ. അപ്പോൾ അത് എല്ലാവരുടെയും കമ്പൈൻഡ് അറിവാകുമ്പോൾ അതിനൊരു കൂടുതൽ റേഞ്ച് ഉണ്ട്. ഇപ്പോൾ വീണയ്ക്ക് വേറെ തരത്തിലുള്ള അറിവുകളായിരിക്കും, എനിക്ക് വേറെ തരത്തിലുള്ള അറിവുകളായിരിക്കും, അവിക്കും നന്ദുവിനും അവരുടേതായ ലോകത്തിൽ അവരുടേതായ അറിവുകളുണ്ട്. ഇതെല്ലാം ഒന്നിച്ച് പങ്കുവെച്ച് ഒരാളുടെ തോളിൽ മറ്റൊരാൾ ചവിട്ടി നിന്ന് കുതിക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് ഒരു പ്രത്യേക രസമുണ്ട്. നമ്മൾ അന്യോന്യം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പുസ്തകങ്ങളിൽ നിന്ന് മാത്രമല്ല, അന്യോന്യം പോലും വീട്ടിൽ നിന്ന് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും അത് പാഠങ്ങളാണ്. അത് ഒരു വലിയ ഭാഗ്യാണ്. കാരണം ഈഗോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിലർ പറയാറുണ്ട്, ഓ വീണയ്ക്ക് ഭയങ്കര ഈഗോ ആണ്, ജാന് ഭയങ്കര ഈഗോ. ഞങ്ങൾക്ക് ഈഗോന്റെ ആവശ്യമില്ല. കാര്യം എന്തിനാ ഇപ്പൊ നമ്മൾ പറയില്ലേ, ഭാര്യയും ഭർത്താവും പരസ്പര പൂരകങ്ങളാന്ന് പറഞ്ഞ പോലെ തന്നെ ഈഗോ എന്ന് പറഞ്ഞ സാധനത്തിനെങ്കിൽ ഞാൻ യൂട്യൂബ് തുടങ്ങില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഭാര്യ ഒരു വലിയ പൊസിഷനിൽ എത്താൻ ഇഷ്ടപ്പെടാത്ത കുറെ ഭർത്താക്കന്മാരുണ്ട്. അങ്ങനെ വെച്ചാൽ നമുക്ക് നല്ല ധൈര്യം ഉണ്ടാവില്ല, ഒരു ഫ്രീഡം ഉണ്ടാവില്ല. അപ്പൊ അതിന്റെ ഫുൾ സപ്പോർട്ട് ഇപ്പൊ നിങ്ങൾ ഒരുപാട് പേര് എന്റെ അടുത്ത് പറയുന്നത് വീണയുടെ ഭാഗ്യമാണ് ജാൻ. തീർച്ചയായിട്ടും അതെ, ജാൻ എന്നുള്ള ഒരാള് അല്ല, അവർക്കറിയാതെ അതല്ല, അവർക്ക് അറിയാത്തൊരു കാര്യമുണ്ട്. ഈ അങ്ങനെ ഇപ്പൊ ഞാൻ അധ്വാനിച്ചുകൊണ്ട് വരുന്നത് കൊണ്ട് മാത്രം എന്റെ കുടുംബം കഴിഞ്ഞാൽ മതി, ഭാര്യയോടെ വെറുതെ ഇരുന്നാൽ മതി എന്ന് ചിന്തിക്കുമ്പോ അതില് നഷ്ടം ഭർത്താവിന് തന്നെയാണ്. കാരണം അടങ്ങാതിരുന്നാലും കുടുംബം നടന്നു പോകുന്ന രീതിയിൽ ഭാര്യ അധ്വാനിക്കുകയും സമ്പാദിക്കുകയും അതിനുള്ള ഒരു മാർഗം കണ്ടെത്തുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തിനാ ആ ഒരു ചാനൽ വേണ്ടെന്ന് വെക്കുന്നത്? യൂട്യൂബ് ചാനലല്ല, ആ വഴി എന്നുള്ള ചാനൽ. അപ്പൊ അത് എന്താ പറയാ, കുടുംബത്തിന്റെ അല്ലെങ്കിൽ ആ കൂട്ടായ്മയുടെ ഉന്നമനത്തിനുള്ള ഒരു മാർഗമായിട്ട് നമ്മൾ കാണുമ്പോ ചിന്തിക്കില്ലല്ലോ ജാൻ. ഇപ്പൊ താങ്കൾ ചിന്തിക്കുന്ന പോലെ എല്ലാവരും ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ലോകം എത്ര മനോഹരമായിട്ട് മാറും. അല്ല, എല്ലാരും ചിന്തിക്കാതിരിക്കുകയാണ് വേണ്ടത്. കാരണം എല്ലാരും അങ്ങനെ ചിന്തിച്ചാൽ നമുക്കൊരു എഡ്ജ് ഉണ്ടാവില്ല. അല്ല, അപ്പൊ എനിക്ക് മെയിലുകൾ വരുന്നതിൽ ഇങ്ങനെ എന്നോട് പലരും പറയാറുള്ള ഒരു കാര്യമാണ്, ചേച്ചിക്ക് ഇങ്ങനെ ചേച്ചിയുടെ മറ്റേ ഹൗ ഐ ബിക്കേം എ യൂട്യൂബർ എന്ന വീഡിയോ കണ്ടു, ഭയങ്കര ഇൻസ്പിറേഷൻ ആണെന്ന് തോന്നി. ഞങ്ങൾക്കും യൂട്യൂബ് ചാനലിൽ നിന്നല്ല ഒരു എന്തെങ്കിലുമൊക്കെ സ്വന്തമായി തുടങ്ങണമെന്നുണ്ട്. പക്ഷേ ഇപ്പൊ ചില ഒരു കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവള് എന്താ പറയാ വലിയായിട്ട് പഠിച്ചൊരു കുട്ടിയാണ്, പക്ഷെ ഹസ്ബൻഡ് വിടുന്നില്ല, ജോലിക്ക് വിടുന്നില്ല, വേറെ ഒന്നും ചെയ്യാൻ വിടുന്നില്ല. അപ്പൊ ഒരു കൂട്ടിലകപ്പെട്ട പോലത്തെ ഒരു അവസ്ഥയാണ്, ചേച്ചി എനിക്ക് രക്ഷപ്പെടണം എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ ഞാൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു കൗൺസിലറോ അല്ല ഒന്നുമല്ല, പക്ഷെ എന്നാൽ പോലെ ആ കുട്ടികളിലേക്ക് മെസ്സേജ് അയക്കുമ്പോൾ നമുക്ക് എന്താ മറുപടി പറയേണ്ടതെന്ന് അറിയില്ല. കാരണം ഈ പറഞ്ഞ പോലെ എല്ലാവരുടെ ഭർത്താക്കന്മാരും എല്ലാവർക്കും ഫ്രീഡം കൊടുക്കണമെന്നില്ലല്ലോ. അവരോടൊക്കെ എന്താ നമുക്ക് പറയാൻ പറ്റുക? അല്ലെ, ഇതിലിപ്പോ ഞാൻ കംപ്ലീറ്റ് ഫ്രീഡം കൊടുക്കുക എന്നല്ല ഉദ്ദേശിച്ചത്. അപ്പൊ വീണ ഇവിടെ വന്ന കാലം തൊട്ട് എന്റെ വീട്ടുകാരും വീണ അങ്ങനെ പറയാറില്ല, എല്ലാരും പറയാം വീണേനെ ഡ്രൈവിംഗ് പഠിപ്പിക്കണം, നീ വേറൊരു കാറ് വാങ്ങിക്കണം, അപ്പൊ വീണയ്ക്ക് വേണ്ടടത്തൊക്കെ പോകാറില്ല. ഞാൻ പറഞ്ഞു ഇത് വേണ്ട. കാരണം ദുബായ് പോലുള്ള ഒരു സ്ഥലത്ത് ഡ്രൈവിംഗ് പഠിച്ചിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. എന്താ പറയാ, വെളിപ്പുറത്ത് ടാക്സി കിട്ടും. ഇപ്പൊ ഊബറും കൂടി ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. അപ്പൊ ആ ടാക്സിക്ക് നീ കൊടുക്കുന്നതിന്റെ ഒരുപാട് മടങ്ങ് പൈസ വേണം നിനക്ക് ഡ്രൈവിംഗ് പഠിക്കണമെങ്കിൽ. ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ 2 കാറ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അതിൽ കൂടുതൽ പൈസ വേണം. ദാറ്റ്സ് നോട്ട് എ സ്ട്രോങ് എന്താ പറയുക ഇന്റലിജന്റ് എക്കോണമിക് ഡിസിഷൻ. ആ സമയം ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ ഇനിയത്തെ കാലത്ത് വലിയ ഒരു ലീപ്പൊന്നുമല്ല, ഒരു സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ ഇതൊന്നുമല്ല. ഇന്ന് അതിലുപരിയായിട്ട് ഇപ്പോ എന്താ പറയാ, ഒരു ക്രിയേറ്റീവ് എനർജി ചാനൽ ചെയ്യാൻ പാകത്തിന് ഒരു യൂട്യൂബും ഇതുകളൊക്കെ ഉണ്ടെങ്കിൽ ദാറ്റ് ഹാസ് മച്ച് മോർ വാല്യൂ. മറ്റത് പക്ഷെ എന്തോരം പേര് എന്നെ കളിയാക്കിണ്ടെന്നറിയോ, ചേച്ചിക്ക് അറിയില്ല അതില്ല. ഇപ്പൊ വണ്ണത്തിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ കളിയാക്കാൻ ആൾക്കാർക്ക് എന്തെങ്കിലും കളിയാക്കുന്നതില് ഇപ്പൊ നമുക്ക് അതില് നമ്മളെ ആൾക്കാർ കളിയാക്കുന്നതിലോ വേറെ ചിന്താഗതി വെച്ച് പുലർത്തുന്നതിലോ നമുക്ക് അവരോട് വിപ്രതിപത്തി തോന്നിയിട്ട് കാര്യമില്ല. ഇപ്പൊ അത് നമ്മുടെ കാറ്റഗറിയാണ്. ഇപ്പൊ
എക്കോണമിക്സിൽ ഒരു ഇത് പറയുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകൊണ്ട് നേടാൻ പറ്റുന്ന റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടല്ലോ, പൈസ, ആ പൈസയുടെ വളരെ ഫ്രാക്ഷൻ ഓഫ് എലമെന്റ് കൊടുത്തിട്ട് നിങ്ങൾക്ക് മറ്റ് സർവീസസ് വാങ്ങിക്കാൻ പറ്റുമോ? ഇപ്പൊ ഡ്രൈവിംഗ്, വീട് ക്ലീനിങ്, അതുപോലെയുള്ള സർവീസസ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ ഈ സർവീസസിന് വേണ്ടിയിട്ട് നിങ്ങൾ സമയം ചെലവഴിക്കുന്നത് വിട്ടിട്ടാണ്. സോ ഗെറ്റ് ബെറ്റർ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഉള്ളവർക്ക് വേണം നമ്മൾ ഫോക്കസ് ചെയ്യാൻ. ആൾക്കാർ പറഞ്ഞത് ഒരു റീസൺ എന്നോട് പറഞ്ഞത് എന്തുകൊണ്ട് ഡ്രൈവിംഗ് പഠിക്കണം എന്നുള്ളൊരു കുറച്ച് പേര് എൻ്റെ അടുത്ത് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഡ്രൈവിംഗ് അറിയില്ല. അപ്പൊ എനിക്ക് പേഴ്സണലി കുറച്ച് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞൊരു കാര്യം സത്യം അവരുടെ രീതിക്ക് പറഞ്ഞാൽ ശരിയാണ്, പക്ഷെ ആ കേസ് എനിക്ക് അപ്ലിക്കബിൾ അല്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞത് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു എമർജൻസി വരികയാണ്, വീട്ടിൽ എന്തെങ്കിലും ഇപ്പോൾ ആർക്കെങ്കിലും അസുഖം വരികയാണെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡ് വീട്ടിലില്ല, പുറത്തൊക്കെ പോവുകയാണെങ്കിൽ കുട്ടികൾക്ക് വല്ല അസുഖം വരികയാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എമർജൻസി വരികയാണെന്നുണ്ടെങ്കിൽ ഡ്രൈവിംഗ് അറിയാന്നുണ്ടെങ്കിൽ വീണെങ്കിൽ ഡ്രൈവ് ചെയ്ത് ഹോസ്പിറ്റലിൽ പോവാം. പക്ഷേ അതിനൊരു വിൽ പവർ വേണ്ടേ? ഞാൻ അങ്ങനെ ഒരു എമർജൻസി വന്നിട്ട് വീണ ഡ്രൈവ് ചെയ്ത് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വരില്ല, ആംബുലൻസ് വഴി നിർത്തിട്ട് കൊണ്ടുപോയി വീട് തലയിറങ്ങി വീഴും. കാരണം എനിക്ക് അപ്പൊ എല്ലാവരും ഇപ്പോ എന്താ പറയാ ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് എന്ന് പറയില്ലേ നമ്മള്, അതെനിക്ക് കുറവാണ്. പ്രസൻസ് ഓഫ് മൈൻഡ് എന്നല്ല, ഒരു ധൈര്യം എന്ന് പറഞ്ഞ സംഭവം എനിക്ക് കുറവാ. അപ്പോ അത് ഞാൻ ആ രോഗിനെ കൊണ്ട് പോയി കഴിഞ്ഞാൽ ഞാനും ചത്തുപോകും, ആ രോഗിയും മരിച്ചു പോകും ആക്സിഡന്റ് ആയിട്ട്. അപ്പൊ അതിനേക്കാളും നല്ലത് സേഫ് ആയിട്ട്. അത് മോന്റെ ആത്തുവിന്റെ താടി ഒരിക്കൽ പൊട്ടി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ വീണ നിൽക്കുന്ന കണ്ടിട്ട് ഡോക്ടർ പറഞ്ഞു ആ അമ്മേനെ വിളിച്ച് പുറത്തിറക്കി കൊണ്ടുപോകും, അല്ലെങ്കിൽ എനിക്ക് രണ്ടാളെ നോക്കേണ്ടി വരും, എന്നിട്ട് ഞാൻ നിൽക്കേണ്ടി വരും. അല്ല അതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവൻച്വാലിറ്റീസ് അതുപോലെയുള്ള എമർജൻസീസ് ഒക്കെ വരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറെടുത്തിട്ട് കാര്യമില്ല. അത് വരുന്നിടത്ത് വെച്ച് നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും, നമ്മുടെ ജീവിതം എത്ര നാളും നിലനിൽക്കുന്നില്ല. അതല്ല, നമ്മൾ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ അതിൽ നമുക്ക് എത്ര ഇൻവെസ്റ്റ്മെന്റ് ടൈം വഴി മണി വഴി വരുന്നുണ്ട്, അതിനുള്ള റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടോ, അല്ലെങ്കിൽ ആ ഒരു ഡിസിഷൻ എടുത്ത് അതിന് പിന്നാലെ ഇത് 2 കാറ് പാർക്ക് ചെയ്യാൻ തക്ക രീതിയിലുള്ള ഫ്ലാറ്റ് കിട്ടണമെങ്കിൽ അതിനനുസരിച്ച് നോക്കണം. അപ്പോ പല ഇതുകളുണ്ട്. ഇത് ഇന്നത്തെ കാലത്ത് പല യങ്സ്റ്റേഴ്സും ഡ്രൈവിംഗ് താല്പര്യപ്പെടുന്നില്ല. കാരണം ഒരു ഊബറിൽ ഞാൻ ഫോണിൽ ഇത് അടിച്ച ഈ സാധനം എന്നെ വന്ന് പിക്ക് ചെയ്യാൻ എനിക്ക് വേണ്ടടുത്ത് പോവാം. മാത്രമല്ല ആ കാറിന് വേണ്ടി ഞാൻ ഒരു ലംസം ഒരു ഹ്യൂജ് എമൗണ്ട് ബ്ലോക്ക് ചെയ്തിടേണ്ട ആവശ്യമില്ല, അതെനിക്ക് യൂസ് ചെയ്യാം. ആ കാറിന്റെ ബ്ലോക്ക്, ഡ്രൈവിംഗ് പഠിക്കാനുള്ള ബ്ലോക്ക്, ഇതെല്ലാം ഡ്രൈവിങ്ങിലൂടെ മാത്രം ജോലി സമ്പാദിക്കാവുന്ന ഒരു കാലഘട്ടത്തിലേക്കല്ല നമ്മുടെ കുട്ടികൾ വളർന്നു വരുന്നത്. ചില ജോലിക്ക് ഇപ്പൊ ഡ്രൈവിംഗ് ലൈസൻസ് വേണം എന്ന് പറയുന്ന ജോലികളുണ്ട് കേട്ടോ, ഇല്ലാണ്ടൊന്നുമില്ല. പക്ഷെ അത് വേറൊരു കാറ്റഗറിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ഞാനൊരു ജോലിക്ക് പോകുന്ന ഒരാളല്ല. ഇപ്പൊ ശരിയാണ്, ഇപ്പൊ ഞാൻ ജോലിക്ക് പുറത്ത് പോകുന്നുണ്ടെങ്കിൽ എനിക്ക് ഡ്രൈവിംഗ് അറിയണമെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും. ഇപ്പൊ ഞാൻ വെറുതെ അല്ല, യൂട്യൂബ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഇപ്പോൾ ഞാൻ ഡ്രൈവിംഗ് പഠിച്ചുകൊണ്ട് എനിക്ക് പേഴ്സണലി എനിക്ക് യാതൊരു ഗുണമില്ല. അപ്പോൾ ഈ കേൾക്കുന്ന ആൾക്കാർക്ക് പലരും ഇതിനോട് വിയോജിപ്പുണ്ടാവാം. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഇത് ഇൻഡിവിജ്വലി ഞങ്ങളുടെ ഒരു കാര്യം മാത്രം പറഞ്ഞതാണ് ഇവിടെ പറഞ്ഞവരോട്. അതൊരു ഉദാഹരണം പറയാണ്, എല്ലാം തുറന്നു വിടുന്നതല്ല. അപ്പൊ അത് ആ ഉദാഹരണത്തിൽ നിന്ന് മുന്നോട്ട് വരുമ്പോ ഈ കുക്കിംഗ് തുടങ്ങിയപ്പോൾ അങ്ങനത്തെ യാതൊരു റെസ്ട്രിക്ഷനും ഉണ്ടായിരുന്നില്ല. കുക്കിംഗ് അല്ല, ഈ യൂട്യൂബ് ഇതുകൾ തുടങ്ങിയപ്പോൾ എല്ലാം നമ്മൾ ട്രൈ ചെയ്ത് നോക്കുന്നു, വീണ ട്രൈ ചെയ്ത് നോക്കുന്നു, പല മേഖലകളിൽ കൈവച്ച് നോക്കുന്നു. അതനുസരിച്ച് നമ്മൾ അതിൽ നിന്ന് ലേൺ ചെയ്യുന്നതും ആൾക്കാർ ഇഷ്ടപ്പെടുന്നതും അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും നിങ്ങളുടെ കമന്റ്സ് നമുക്ക് ആർക്കാണെന്നും അറിയാലോ ഏകദേശം എന്താണ് എങ്ങനെയാണ് നിങ്ങളുടെ ഇഷ്ടമാണോ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം. അപ്പൊ ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ആ ഒരു 90% ആൾക്കാരുടെ ആ ഒരു ഇഷ്ടമാണ് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 10% ആൾക്കാരെ പിന്നെ നമുക്ക് എല്ലാ മേഖലയിലുള്ള പോലെ തന്നെ നമുക്ക് എല്ലാവരെയും പരിഗണിക്കാൻ പറ്റില്ല, അത് മാത്രം. പക്ഷെ നിങ്ങളുടെ ആ ഒരു നെഗറ്റീവ് എന്നല്ല, എന്താ പറയുക, ക്രിറ്റിസിസം തീർച്ചയായിട്ടും ഞങ്ങൾ എടുക്കുന്നുണ്ട്. അതിന് വില കൽപ്പിക്കുന്നുണ്ട് ഞങ്ങള്. ഇപ്പൊ ഈ കണക്ടിങ് ദ ഡോട്ട്സ് എന്ന് പറഞ്ഞ പോലെ നമ്മള് 2006 ഇവിടെ വന്ന ജീവിതം കെട്ടിപ്പടുക്കാൻ തുടങ്ങുമ്പോ ഇങ്ങനെയൊക്കെ ആയിത്തീരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ഇങ്ങനെയൊക്കെ ആയിത്തീരുന്നൊന്നും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. ഓരോ ഡിസിഷൻസ് വഴക്കിടുമ്പോ ഞാൻ എന്തെങ്കിലും വേണ്ട ഞങ്ങളോട് ഇതോടുകൂടി കത്തിക്കില്ല, ഞാൻ വീട്ടിൽ പോയി നിൽക്കും എന്നുള്ള രീതിയിലുള്ള വഴക്കുകൾ പോലും ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ഒരിക്കൽ പോലും ഞാനിപ്പോൾ ഈ നിലയിൽ ഇവിടെ ഇരിക്കുന്നോ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഒരു ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാരുടെ അടുത്ത് സമ്മതിക്കാൻ പറ്റുന്നൊന്നും ഞാൻ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോൾ അതൊക്കെ ഞങ്ങൾ പറഞ്ഞ പോലെ വന്നു ചേരുന്നത് മാത്രമാണ്. ഒരിക്കൽ പോലും നമ്മൾ പ്ലാൻ ചെയ്യുന്നതൊന്നും അല്ല ജീവിതത്തിൽ. ചില പ്ലാനിങ് വേണ്ടെന്നൊന്നും ഞാൻ പറയത്തില്ല, പക്ഷെ മോസ്റ്റ്ലി പ്ലാനിങ് ഇല്ലാത്തതാണ് ഞങ്ങളുടെ ലൈഫിൽ വന്നപ്പോ. പ്ലാനിങ് ഇല്ല എന്ന് പറഞ്ഞാൽ പ്ലാനിങ് ഉണ്ട്, പക്ഷെ ആ പ്ലാനിങ് ഒരു റിജിഡ് പ്ലാനിങ് അല്ല. ആ പ്ലാനിങ് നമ്മുടെ ജീവിതം എങ്ങനെ ഓരോ ദിവസവും സമ്പന്നമാക്കുക എന്ന് പറഞ്ഞാൽ ലക്ഷറി ലൈഫ് ജീവിക്കുന്നതല്ല. അതില്
ഇപ്പോ ബാലചന്ദ്രൻ ചുള്ളിക്കാരന്റെ കവിതയുണ്ട്, തുന്നൽ സൂചിയുടെ കൂർത്ത വെളിവിൽ സ്വാതന്ത്ര്യമുണ്ട്, അത് തുന്നുന്നവന് മാത്രമുള്ള കുപ്പായം, വിതയ്ക്കുന്നവന് മാത്രമുള്ള അപ്പം. അപ്പോൾ നമ്മുടെ ജോലി എന്താണെന്ന് കണ്ടെത്തി അത് ചെയ്യുകയും അതിനെ കൂടുതൽ കൂടുതൽ പരിപോഷിപ്പിക്കുകയും ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സ്വാതന്ത്ര്യം, ഒരു തരം എലിവേറ്റഡ് മൈൻഡ് സെറ്റ് ഉണ്ട്. അത് ആണ് നമ്മൾ എല്ലാവരും, നമ്മൾ രണ്ടാളും ഫോളോ ചെയ്യുന്നതും നമ്മളെ കുട്ടികളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നതും. അത് ഇപ്പൊ കുട്ടികളെ പഠിക്കാൻ പറയുന്നില്ല, പഠിക്കാൻ നിർബന്ധിക്കാറില്ല എന്ന് പറയുമ്പോൾ അത് തെറ്റിദ്ധരിക്കുന്ന ഇതുണ്ട്. സോ ഞങ്ങൾ രണ്ടാളും എംബോഡി ചെയ്യുന്ന ഒരു വർക്ക് കൾച്ചർ ഉണ്ട് ജീവിതത്തിൽ. കുറച്ച് ആഘോഷങ്ങളൊക്കെ ഉണ്ടെങ്കിലും അധ്വാനിച്ച് കഴിഞ്ഞതിന് ശേഷം ആ ആഘോഷങ്ങളിൽ പങ്കെടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സംതൃപ്തി ഉണ്ടല്ലോ, അത് ആ അധ്വാനമാണ് ആ ആഘോഷങ്ങളെ മധുരതരമാക്കുന്നത് എന്ന് തിരിച്ചറിയും. അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും അത് കാണിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. അപ്പോൾ ആഘോഷങ്ങൾ മാത്രമല്ല ജീവിതം, ആഘോഷങ്ങളിൽ നിന്ന് ആഘോഷങ്ങളിലേക്ക് തലയയക്കുകയും ആഘോഷങ്ങളിലേക്ക് ഓടിപ്പോവുകയും ചെയ്യുന്ന ഒരു ജീവിതചര്യ അല്ല നമ്മുടേത്. ആ തുന്നാനുള്ള സമയം, ആ വിതയ്ക്കാനുള്ള സമയം എന്നും മാറ്റിവെക്കുകയും അതിനെ പരിപോഷിപ്പിക്കാനും ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം മുടങ്ങിയ ഒരുപാട് ആവേശത്തോടെ വീണ്ടും അതിലേക്ക് തിരിച്ചു വരാനും അതില് ഇൻവെസ്റ്റ് ചെയ്യാനും വളർത്താനും നമ്മൾ ഒരു ദിവസം പോലും അല്ലെ നമ്മൾ വീണ്ടും വീണ്ടും തയ്യാറെടുക്കുന്നു, നമ്മൾ പരിശ്രമിക്കുന്നു. അതാണ് കുട്ടികൾക്ക് ഡെയിലി ഞങ്ങൾ പറയണത്, അന്നാന്ന് എടുക്കുന്ന പാഠങ്ങൾ അന്നാന്ന് തന്നെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഈ പഠിക്കാനുള്ള ഭാരം കുറയും. അല്ലെങ്കിൽ ഒരാഴ്ച മുഴുവൻ കൂട്ടി വെച്ചിട്ട് പിന്നെ പഠിക്കാൻ തുടങ്ങുമ്പോൾ കുട്ടിക്കും ടെൻഷനാണ്, നമുക്കത് കാണുമ്പോൾ നമുക്കും ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ആ വീഡിയോയിൽ സ്പെസിഫിക്കായി എടുത്ത് പറഞ്ഞിട്ടില്ല എന്ന് മാത്രം. അപ്പൊ ഞങ്ങൾ എപ്പോഴും ഫോളോ ചെയ്യുന്ന രീതിയാണ്, കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പറയും ഡെയിലി എടുക്കുന്നത് പഠിക്കുക. അപ്പൊ പിന്നെ പരീക്ഷ ആവുമ്പോൾ എന്ത് പറ്റി, അത് ഓൾറെഡി നമ്മൾ കവർ ചെയ്ത് പോയിട്ടുള്ള പോർഷൻസ് ആയിരിക്കും. പരീക്ഷയ്ക്ക് കുറച്ചും കൂടെ അവർക്ക് അത് ഈസി ആയിട്ട് മാറും. അപ്പോഴും പഠിക്കണമെന്നല്ല, പക്ഷെ ആ ഒരുമിച്ച് കൂട്ടിയെടുത്ത് വെക്കുന്ന പരിപാടി നമുക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഭാരം കുറയുമെന്നാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ഈ സമയം കൊണ്ട് മനസ്സിലാക്കിയിട്ടുള്ള കാര്യം. അപ്പൊ അതൊന്നും എടുത്ത് പറയണമെന്നുണ്ടായിരുന്നു, കഴിഞ്ഞ വീഡിയോയിൽ കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെ പറ്റിയിട്ട്. അപ്പൊ അത് ഞങ്ങൾ അങ്ങനെ ഇങ്ങനെ പറഞ്ഞില്ല എന്ന് മാത്രം കേട്ടോ. പിന്നെ ഒരു പ്രൊഫഷണൽ ഡിഗ്രി അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ്, ഡോക്ടർ അല്ലെങ്കിൽ അഡ്വക്കേറ്റ് അങ്ങനെയുള്ള ഇതുകൾ ഒന്നും ആകാൻ നിർബന്ധിക്കാതെ എന്താവണമെന്നുള്ളതല്ല ഇപ്പോഴത്തെ കാര്യം. അപ്പോൾ ഒരു ലക്ഷ്യം അല്ല ആവശ്യം. ഇന്നത്തെ ദിവസം ഹാവ് യു ഡൺ ദ ഫുൾ ജസ്റ്റിസ് ടു ദ എനർജി ദാറ്റ് യു ഹാവ് ടുഡേ ടു ഗെറ്റ് വാട്ട് യു വാണ്ട്. അപ്പോൾ ആ ലെവലിലേക്ക് നമ്മൾ അധ്വാനിച്ചിട്ടുണ്ടോ? വൈകിട്ട് കിടന്നുറങ്ങാൻ പോകുമ്പോൾ can you be happy that you have done the maximum that you set out to do today? അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ലക്ഷ്യം താനെ സംഭവിക്കും. സോ അത് ഓരോ ദിവസവും അങ്ങനെ ഒരു സംതൃപ്തിയുള്ള മനസ്സോടെ കിടന്നുറങ്ങാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഭാവിയെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, അതൊക്കെ എല്ലാം നന്നായിട്ട് വരും എന്നാണ് ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അടുത്ത് വേറൊരു ടോപ്പിക്കുമായിട്ട് വരുന്നവരെ എന്നാണ് നമ്മുടെ വിശ്വാസം. ജീവിതം പഠിപ്പിച്ചു നമ്മുടെ വിശ്വാസം. ഇതുവരെ മുന്നോട്ട് പോയിട്ടുള്ള നാളത്തെ കാര്യം നമുക്കറിയില്ല, അതൊക്കെ നന്നായി തന്നെ വരും, അതിനൊരു മാറ്റം ഉണ്ടാവില്ല. എപ്പോഴും നമുക്ക് അങ്ങനെ ചിന്തിക്കാം. അപ്പോൾ അടുത്ത വീണ്ടും ഒരു ടോപ്പിക്കായിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു, ബൈ. ഹായ്, നമ്മുടെ ആരെ കൂടെ സമീര തന്നെയല്ലേ പേര്? അതെ അതെ അതെ, സലൂൺ പേരിട്ട് എല്ലാവരും ചോദിക്കും. സൽമാൻ എന്റെ മൂത്ത മോനാണ്. അപ്പൊ സൽമാൻ എന്റെ ഷോർട്ട് നെയിം ആണ് സലു. സൽമാൻ അതെ, എന്നെ ചെല്ലു സലു ചേച്ചി എന്ന് വിളിക്കും, സമീറ വിളിക്കുന്നുള്ളൂ. അപ്പൊ ഞങ്ങൾ ദുബായിൽ വന്നപ്പോൾ പുള്ളിക്കാരി വന്നപ്പോൾ എന്തായാലും ഞങ്ങൾ കാണാൻ വന്നു. അപ്പൊ ഒരു നല്ലൊരു ഈവനിങ്. വീണ എനിക്ക് ഗിഫ്റ്റൊക്കെ കൊണ്ടാണ് വന്നത് കേട്ടോ. വീണനെ കാണാൻ വരുന്ന ആൾക്കാർ എനിക്ക് വീണെ നേരിട്ട് വന്ന് വിഷ് ചെയ്യണം എന്ന് വലിയ ആഗ്രഹമായിരുന്നു. അപ്പം സാഹചര്യം ഇപ്പോൾ ഒത്തു വന്നു. ഉടൻ തന്നെ അതെ ഇത് കഴിഞ്ഞിട്ടുള്ള
മീറ്റിങ്ങിൽ നമുക്ക് കാണണം. അതെ തന്നെ. പിന്നെ നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നുണ്ടാവും ഞങ്ങൾ ഒരേ കളറിൽ ഡ്രസ് ചെയ്ത് വന്നിരിക്കുന്നത്. പ്ലാൻഡ് അല്ല, മനപ്പെടുത്തായിരിക്കും. ചിലപ്പോ ഇവിടെ വന്നപ്പോ ഞങ്ങളും അതിശയിച്ചു, ഞങ്ങൾ ഒരേ കളറിൽ. അതെന്ന് വെച്ചാൽ ഒരു റയർ കളറാണ് അല്ലേ. പിന്നെ അതേപോലെ ചോദിക്കാറുണ്ട്, നിങ്ങളെന്താ യൂട്യൂബേഴ്സ് പരസ്പരം ഉണ്ടാറൊക്കെ? നമുക്കൊരു ദേഷ്യമില്ല കേട്ടോ. നമ്മള് ദേഷ്യപ്പെടാൻ നമ്മള് ശത്രുക്കളൊന്നും അല്ലല്ലോ. അല്ല, പക്ഷെ പലവരുടെ അതെന്താണെന്ന് എനിക്കറിയത്തില്ല. എനിക്കൊന്ന് ഈ കുക്കിംഗ് ഫീൽഡിൽ നിൽക്കുന്നവരിലാണ് വ്യൂവേഴ്സിന് അങ്ങനെ ഒരു ഡൗട്ട്. ഇതെന്താ അവരെടുത്ത് മിണ്ടത്തില്ലേ, അവരെടുത്ത് മിണ്ടത്തില്ലയോ എന്നൊക്കെ പല പല കാര്യങ്ങൾ. പിന്നെ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പം നമ്മൾ തമ്മിൽ കണ്ടല്ലോ, ഇനിയിപ്പോൾ അടുത്ത് നിങ്ങൾ ആരും അടിയിലടിയിൽ എഴുതി ചോദിക്കേണ്ട സലുവിത്ത അവരെ കണ്ടില്ലേ അല്ലെങ്കിൽ ഇവരെ കണ്ടില്ലേ എന്ന്. എല്ലാവരെയും കാണണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മുടെ ഈ ഷോർട്ട് ടൈം ആയതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ മാതിരി അത് സാധിക്കത്തില്ല. അത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഫീൽഡിൽ നമുക്കൊന്നും ഒരു ശത്രുക്കളും ഇല്ല അല്ലേ. നമ്മളെന്തിനാ ഇതിൽ ശത്രുത വെച്ച് പുലർത്തേണ്ട കാര്യമില്ല. അങ്ങനെ ആയിരിക്കാം. എന്തായാലും ഞങ്ങള് വളരെ ഹാപ്പിയായി. ഞങ്ങളൊരു ഫോട്ടോ എടുക്കട്ടെ കേട്ടോ. ഓക്കേ.